ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹബീബ് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ മുൻഗാമികളായ മഹാനഗന്മാരായ ആളുകൾ ധാരാളം സഹാബത്തിന്റെ ചരിത്രം മഹാന്മാരെ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ട മഹാന്മാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ സകലതും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ലോകത്ത് വലിയൊരു മഹബ്ബത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ച് നമുക്ക് മുന്നിൽ വലിയൊരു കമാനം തുറന്നിട്ട് യാത്ര ചെയ്ത മഹാന്മാരാണ് നമ്മുടെ മുമ്പിൽ മുഴുവനുമുള്ളത്. സഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും തങ്ങളുടെ ഓരോ ചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്കതൊക്കെ ബോധ്യപ്പെടും. നമ്മൾ നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നവരാണ്, ഫാത്തിഹ സൂറത്ത് നമ്മൾ എപ്പോഴും ഓതുന്നവരാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ ഞങ്ങളെ നീ രുജുവായ മാർഗത്തിലേക്ക് ചേർക്കണമേ, സച്ചരിതയുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർക്കണമേ. ആ ആയത്തിന്റെ തൊട്ട് താഴെ ഏതാണ് ആ സച്ചരിതയുടെ മാർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നത് മഹാന്മാരായ മുഫസ്സിറുകൾ നമ്മോട് പറയുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് സകല സമയവും നോക്കി നിന്ന മഹാന്മാർ. ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് ഒരു സ്വഹാബി ഓടി വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിയോട് പരാതി പറയാണ്. ആ സ്വഹാബത്ത് നബിയേ, ഞാനിതാ അങ്ങയുടെ മജ്ലിസിലേക്ക് വന്നിരിക്കുകയാണ്. മഹാനായ സ്വഹാബി ഹബീബിന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഞാൻ കുറച്ചു നേരം എന്റെ വീട്ടിൽ അങ്ങ് അടങ്ങിയൊതുങ്ങിയിരുന്നപ്പോ അമ്പിളി തിങ്കൾ കല പോലെ തിളങ്ങുന്ന ചന്ദ്രബിംബം മുത്ത് മുഹമ്മദ് മുസ്തഫ നേതാവായ അവിടുത്തെ മുഖകമലങ്ങൾ എന്റെ വനതലങ്ങളിൽ നിറയുകയാണ്. എനിക്ക് വീട്ടിൽ അടങ്ങി നിൽക്കാൻ സാധിക്കുന്നില്ല നബിയേ. ഉടനെ കാരുണ്യത്തിന്റെ മുത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഓ സ്വഹാബത്തേ, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങളുടെ മുഖം വല്ലാതെ വിവരണമായിരിക്കുകയാണല്ലോ, സാധാരണ കാണുന്നത് പോലെയല്ലല്ലോ നിങ്ങളെ ഞാൻ കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്ത് നോക്കിയ സ്വഹാബി പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ പുന്നാര നബിയേ, ഞാൻ എന്റെ വീട്ടിൽ കുറച്ചു നേരം മടങ്ങി നിന്നിട്ട് ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഈ പരിശുദ്ധമായ ദുനിയാവിൽ ഞാൻ ഹബീബിന്റെ നയലായി ജീവിച്ചവനാണ്. എനിക്ക് അവിടത്തെ കാണാനെന്ന് ആഗ്രഹമുണ്ടാകുമ്പോ ഓടി മദീനത്തെ പള്ളിയുടെ ചാരത്തേക്ക് വന്നാൽ മുത്തുനബിയെ അവിടുത്തെ മനോഹരമായ വൈഷമ്യതകൾ അകലുന്ന, പ്രയാസങ്ങൾ അകലുന്ന, പ്രതിസന്ധികളെ തകർന്ന് തരിപ്പണമാകുന്ന അവിടുത്തെ സുന്ദരമായ മുഖം എനിക്ക് കാണാമല്ലോ. ഞാൻ ആലോചിച്ചു നോക്കുമ്പോ നാളെ ആഖിറത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞാൽ, ഓ നബിയെ, എനിക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിച്ചാലും അങ്ങ് നാളെ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ ഇരിക്കുന്ന നേതാവാണ്. സാധുവായ എനിക്ക് സ്വർഗലോകത്ത് വെച്ച് അങ്ങ് എന്ന് കാണാൻ പറ്റേ നബിയേ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യറുദ്ദ അലൈഹ, ആ സ്വഹാബിയോട് ഒന്നും പറഞ്ഞില്ല. ഹത്താ നസല, അങ്ങനെ റസൂലുള്ള ഒന്നും പറയാതെ ഉണ്ടാതിരിക്കുകയാണ്. ഹത്താ നസല വമൻ യുതിഇല്ലാഹ വറസൂല വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഒന്നും പറയാൻ കഴിയാതെ റസൂലുള്ള വിഷമിച്ചിരിക്കുമ്പോ ആ സ്വഹാബിയുടെ പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് റസൂലുള്ളാഹിനെ വാനോളം പുകഴ്ത്തുന്ന,
റസൂലുള്ളാഹിന്റെ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ആ മഹാനായ സഹാബിയുടെ വിഷമം പരിഹരിച്ചുകൊണ്ട് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കഴിയുമെന്ന പ്രയാസം ആലോചിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഉണ്ടാതിരിക്കുകയാണ്. ഉടനെ മലക്കുൽ മുഖറബുൽ അംലാക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആയത്തോതിയിട്ട് സമാധാനിപ്പിക്കുകയാണ്. വമയ്യുതിഇല്ലാഹ വറസൂല, ഓ നബിയേ ആ സഹാബിയോട് നിങ്ങൾ പറയണം, വമയ്യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ടാൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ച കാരണം കൊണ്ട് നാളെ സിദ്ദീഖീങ്ങളിരിക്കുന്ന, നാളെ അമ്പിയാക്കളിരിക്കുന്ന, നാളെ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ പ്രധാനികളായ അടിമകൾ മുഴുവൻ ഇരിക്കുന്ന സ്വർഗ്ഗലോകത്തെ സന്തോഷത്തിൽ ആ മഹാന്മാരായ അമ്പിയാക്കളുടെ കൂടെ ഹബീബിന്റെ ചാരത്ത് ആ മുഖം കണ്ട് ഒരുമിച്ച് വിടാൻ അയാൾക്ക് സാധിക്കുമെന്ന് അല്ലാഹു അസ്സ വജൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഓർമ്മപ്പെടുത്തിയില്ലേ, നമ്മളെപ്പോഴും ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സച്ചരിതരായ ആളുകളുടെ മാർഗത്തിലേക്ക് അല്ലാഹുവേ നീ ഞങ്ങളെ ചേർക്കണമെന്ന്. ആ ചേരാനുള്ള മാർഗം എന്താണ്? അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഴിപ്പെടലാണ്. ആ ഇത്താഅത്തിന്, അവിടെയുള്ള വമയ്യുതിഇല്ലാഹ വറസൂല എന്ന് പറഞ്ഞ ആ ഇത്താഅത്തിന്, അല്ലാഹുവിനെ വഴിപ്പെടുക, അല്ലാഹുവിന്റെ ഹബീബിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹിനെ പ്രണയിക്കലാണെന്ന് അഭിപ്രായം പറഞ്ഞ മുഫസ്സിറുകളെ ധാരാളം കാണാൻ കഴിയും. കാരണം അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക എന്നതിനുള്ള ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്. കാരണം മഹാനായ സ്വഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു ആ മഹാന് സങ്കടം പറഞ്ഞപ്പോ ആ സങ്കടം അല്ലാഹു തആല പരിഹരിക്കാൻ വേണ്ടി ഇറക്കിയ സുആയത്തായതുകൊണ്ട് അവിടെയുള്ള ഇത്താഅത്ത്, വഴിപ്പെടലിന് അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെക്കലാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറയുന്നത് കാണാം. ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രണയിച്ചുകൊണ്ടാണ് നേരം വെളുക്കുമ്പോ തൊട്ട് നമ്മൾ ഈ കുട്ടികളുടെ പരിപാടി മുഴുവൻ കേട്ടത്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾ, ഞാൻ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് എന്റെ പ്രസംഗം പറ്റച്ചിരിക്കുകയാണെങ്കിൽ വയലു പറയാനും പ്രസംഗിക്കാനും ഒന്നും ഉദ്ദേശിക്കുന്നില്ല. നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. നമ്മുടെ ഉമ്മമാരുള്ള മജ്‌ലിസ് ആയതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വീടിന്റെ ഭരണമുള്ളവരാണ്. നമ്മുടെ വീട്ടിലെ ഭരണത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചോദിക്കും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മളെപ്പോഴും നമ്മളുടെ മക്കളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയുള്ളവരായി മാറേണ്ടതുണ്ട്. ഈ ഇത്താഅത്ത് ഞാനിവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെയും സച്ചരിതരായ സ്വഹാബത്തിന്റെയും മാർഗത്തിലേക്ക് എത്തണമെന്ന് ദുആ ചെയ്യുന്നവരാണ് നമ്മൾ. ആ മാർഗത്തിലേക്ക് എത്താനുള്ള വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? വമയ്യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടുക എന്നുള്ളതാണ്. എന്താണ് അല്ലാഹുവിന്റെ റസൂലിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ? അത് ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഫ്ആലിഹി വഅഖ്വാലിഹി വഅവാമിരിഹി വനഹീഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രവർത്തിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വർജിച്ച മാറി നിൽക്കാൻ പറഞ്ഞ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ ഒട്ടും പ്രയാസമില്ലാതെ അതിൽ നിന്നെല്ലാം മാറി നിൽക്കലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം വളരെയേറെ മോശമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും റോൾ മോഡലായി സ്വീകരിക്കേണ്ടുന്ന, നമ്മുടെ മുന്നിൽ നിൽക്കേണ്ടുന്ന സ്വഹാബത്തെ ഇക്റാം റളിയല്ലാഹു അൻഹും, അതിന്റെ ശേഷം താബിഈങ്ങൾ, അതിന്റെ ശേഷം തബഉ താബിഈങ്ങൾ, ഇങ്ങനെ അങ്ങ് തുടങ്ങി ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ നമ്മുടെ കാലത്തിന് മുൻപേ കഴിഞ്ഞുപോയ നമ്മുടെ സച്ചരിതരായ മഹാന്മാർ മുഴുവനും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്താഅത്ത് നൽകിയവരാണ്. ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ അവിടുത്തെ കാലത്ത്, ആ സഹാബത്തിന്റെ കാലത്ത് എന്തു പറഞ്ഞാലും ആരോടെന്ത് പറഞ്ഞാലും നിങ്ങൾ മരിക്കാൻ പോവാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന യുദ്ധത്തിൽ, ഇനി നടക്കാൻ പോകുന്ന യുദ്ധത്തിൽ നിങ്ങൾ മരണപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന യുദ്ധത്തിൽ യുദ്ധം നടക്കുമ്പോ ഇന്നാലിന്നാൾ മരണപ്പെടും. സയ്യിദ് ബിൻ ഹാരിസ മരണപ്പെട്ടാൽ ജഅഫർ ബിൻ അബീ ത്വാലിബിന്റെ കയ്യിൽ ആ പതാക നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞാൽ സഹാബത്തിന് കാര്യം മനസ്സിലാകും. സയ്യിദ് ബിൻ ഹാരിസ മരണപ്പെട്ടാൽ ജഅഫറിന്റെ കയ്യിൽ ഇസ്ലാമിന്റെ പതാക കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവിടെ സയ്യിദ് ബിൻ ഹാരിസ ഷഹീദാകുമെന്ന കാര്യം തീർച്ചയാണ്. ഞാൻ ഈ യുദ്ധത്തിൽ മരണപ്പെടുമെന്ന തീർച്ചയായ ഉറപ്പുണ്ടായിട്ടും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവശ്യപ്പെടുന്നു, അവിടുന്ന് കൽപ്പിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് മുഅത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് എടുത്തു ചാടി മുഴുവൻ നേതൃത്വവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് ദുആ ചെയ്യും. പടച്ചവനെ, എന്റെ മുമ്പ് കഴിഞ്ഞ മുഴുവൻ നേതാക്കളുടെയും കൂടെ, എന്റെ പിന്നാർ റസൂലുള്ളാഹിന്റെ കൂടെ, അവിടുത്തെ സഹാബത്തിന്റെ കൂടെ, തബഉ താബിഈന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഇത് നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്നവരാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം അതിലൂടെ ഉദ്ദേശിക്കുന്നതാണ്. അങ്ങനെ ദുആ ചെയ്യുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ മക്കളെ എല്ലാം നമ്മൾ ദീനിന്റെ വഴിയിൽ അടിയുറപ്പിച്ചു നിർത്തി അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആശയാദർശങ്ങളിൽ ബോധമുള്ളവരാക്കി നമ്മൾ മാറ്റണം. ഇത് ഞാൻ ഓർമ്മപ്പെടുത്താനുള്ള കാരണം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മമാരൊക്കെയുള്ള മജ്‌ലിസ് ആയതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ മദ്രസയിൽ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് മാലപ്പാട്ടും മൗലിദിനൊക്കെ മത്സരങ്ങൾ സംഘടിപ്പിച്ച്, എന്താന്ന് വെച്ചാൽ വീട്ടിലെ സ്ഥിതി എന്താണെന്ന് നമ്മൾക്കറിയില്ലല്ലോ. വർഷത്തിലൊരിക്കൽ ആ കുട്ടികൾക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലക്ക് മാലപ്പാട്ടും മൗലിദുകളും ഒക്കെ നടത്തി നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ, പണ്ട് കാലത്ത് കാണുന്ന ആ ആത്മീയമായ ചൈതന്യത്തിന്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരമ്പരകൾ മുഹീദ്ദീൻമാരെ എന്തെന്നറിയാത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരമ്പരകൾ പോകുന്ന സ്വർഗത്തിലേക്ക് പോകണമെന്ന് നമുക്ക് ആഗ്രഹമില്ലയോ മുഅ്മിനീങ്ങളെ? ആ നഫീസത്ത് ബീവിയുള്ള സ്വർഗത്തിലേക്ക്, ഫാത്തിമ ബീവിയുള്ള സ്വർഗത്തിലേക്ക്, ഖദീജ ഉമ്മയുള്ള സ്വർഗത്തിലേക്ക്, ബീവി റാഹിയത്തുൽ അദവിയ്യയുള്ള സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, ദുആ ചെയ്യുന്നു. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ മഹദിമാർ എത്രയാണ് കടന്നു വന്നിട്ടുള്ളത്? ആ മഹദിമാരുടെ ചരിത്രങ്ങൾ നമ്മുടെ മാലപ്പാട്ടുകളിൽ, നമ്മുടെ മൗലിദ് കിതാബുകളിൽ, നമ്മുടെ സെൽഫുകളിൽ വിശ്രമിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ ഭംഗിയുള്ള ഷോക്കേസിൽ ആ കാണുന്ന മുഹീദ്ദീൻമാലയും അതുപോലെ തന്നെ നഫീസത്തുമാലയും ബദറുമാലയും മൗലിദുകളും കൂർക്കം വലിച്ചിറങ്ങുകയാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ പരമ്പര, നമ്മുടെ കാലം കഴിയുമ്പോഴേക്ക് ദീനിയായ ചൈതന്യത്തിൽ വളരണം എന്ന ഒരു ബോധം പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അല്ലാഹു നൽകിയ മക്കൾ. ആ മക്കൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ ശരിക്കും മറുപടി പറയേണ്ടി വരും. നാളെ സ്വർഗ്ഗലോ മഹ്ശറാലോകത്ത് നിൽക്കുന്ന വിഭാഗത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ മക്കള് നാളെ മാതാപിതാക്കൾക്കെതിരെ മഹ്ശറയിൽ വെച്ച് സാക്ഷി പറയും. റബ്ബനാ അരിനല്ലദീന അമല്ലാനാ നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ. പടച്ചവനെ, എന്നെ ഈ രൂപത്തിലേക്ക് അധപ്പതിച്ച, എന്നെ ഈ മഹ്ശറയുടെ കൊടും ചൂടിൽ നിർത്തിയ എന്റെ മാതാപിതാക്കൾ, അവരെ എനിക്കൊന്ന് കാണിച്ചു തരണം. അവരെ ഈ ചുറ്റുപൊള്ളുന്ന തറയിലങ്ങ് കടത്തിയിട്ട് അവരെ ശരീരത്തിൽ കയറി നിന്ന് ഞങ്ങൾക്ക് ഈ ചൂടെന്ന് ശമിപ്പിക്കണമെന്നല്ല. അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾ ഈ മഹ്ശറാവൻ സഭയിൽ എവിടെയാണോ ഉള്ളത് അവരെ എനിക്കൊന്ന് കാണിച്ചു തരണമെന്ന് നമ്മുടെ പിഞ്ചോമന മക്കൾ, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ലാളിക്കുന്ന, ആവശ്യമുള്ളതും ഇല്ലാത്തതെല്ലാം നമ്മുടെ മക്കൾക്ക് വാങ്ങി നൽകി. അവൻ ബൈക്ക് ചോദിച്ചപ്പോഴേക്ക് ബൈക്ക് നമ്മൾ വാങ്ങി നൽകി. അവൻ ടാബ്ലറ്റ് ചോദിച്ചപ്പോഴേക്ക് നമ്മൾ ടാബ് വാങ്ങി നൽകി. അവൻ ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം എന്റെ കുട്ടി ഒന്നിനും ബുദ്ധിമുട്ടരുത്, എന്റെ കുട്ടി മറ്റുള്ളവന്റെ കൂട്ടുകാരുടെ മുമ്പിൽ
പ്രയാസപ്പെടരുത് എന്ന ലക്ഷ്യത്തിന് വേണ്ടി ആവശ്യമുള്ളതും ഇല്ലാത്തതും എല്ലാം നമ്മൾ വാങ്ങിക്കൊടുത്ത് നമ്മുടെ സന്തോഷത്തെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ സന്തോഷത്തെ നമ്മൾ പരിഗണിച്ചു. പക്ഷേ നാളെ മഹ്ശറാവൻ സഭയിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ച, നമ്മൾ ലാളിച്ച, നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച, നാളെ മഹ്ശറയിൽ എനിക്ക് സാക്ഷി നിൽക്കുമെന്ന് നമ്മൾ വിചാരിച്ചു പോയ നമ്മുടെ പിഞ്ചോമനകൾ അല്ലാഹുവിനോട് പറയുന്ന പറച്ചിലാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിവരിക്കുന്നത്. ആരാണ് ഉത്തരവാദികൾ? നമ്മൾ ചിന്തിക്കണം. ആരാണ് ഈ മക്കൾ ഇക്കോലത്തിലാവുന്നതിന് ഉത്തരവാദികൾ? നമ്മൾ തന്നെയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര വഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്റാനിഹി സഹീഹുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ മക്കളും പ്രസവിച്ചു വീഴുമ്പോൾ ഫിത്രത്ത് എന്ന് പറയുന്ന എന്ത് നന്മയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലാണ് ആ മക്കൾ പ്രസവിച്ചു വീഴുന്നത്. പ്രസവിച്ചു വീണ കുട്ടിയെ ദിവസങ്ങൾ കഴിയുമ്പോൾ അവന്റെ പ്രായം 10-20 വയസ്സിലെത്തി നിൽക്കുമ്പോൾ അവനെ നല്ലൊരു കൊള്ളക്കാരനാക്കാൻ അവന്റെ ഉമ്മാക്ക് സാധിക്കും. അവനെ നല്ലൊരു നമ്പർ 1 തമ്മാടിയാക്കി മാറ്റി സമൂഹത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമാക്കി മാറ്റാൻ അവന്റെ ഉമ്മാക്ക് സാധിക്കും, മാതാപിതാക്കൾക്ക് സാധിക്കും. അതല്ല, 10-20 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ദീനീ ചിട്ടകൾ ഉൾക്കൊണ്ട് കൃത്യമായി പള്ളിയിൽ പോകുന്ന, കൃത്യമായി അമലുകൾ ചെയ്യുന്ന, കൃത്യമായി ദീനീ ചിട്ടയിൽ ജീവിക്കുന്ന നല്ല ചിട്ടയുള്ള ഒരു വിദ്യാർത്ഥിയായി, ഒരു മകനായി വളർത്തിയെടുക്കാനും അവന്റെ മാതാപിതാക്കൾക്ക് സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. നല്ല അവസ്ഥയിലാണ് നമ്മളെ മക്കളൊക്കെ ജനിച്ചു വീഴുന്നത്. അവനെ വേണ്ടാത്തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ മാതാപിതാക്കളാണ്. എവിടെയാണ് ഉമ്മമാരെ നമുക്ക് പിഴച്ചത്? നമ്മളെല്ലാവരും ചിന്തിക്കും. ഞാനിത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നു, പടച്ച റബ്ബേ, ഞാൻ എന്റെ കുട്ടിനെ വേണ്ടാത്തത് എന്താ പഠിപ്പിച്ചത്? നമ്മുടെ മക്കളെ നമ്മൾ വേണ്ടാത്തത് പഠിപ്പിക്കുന്നുണ്ടറിയാതെ നമ്മുടെ മക്കൾക്ക് എവിടെയാണ് അവർ വേണ്ടാത്തത് പഠിച്ചുണ്ടാക്കുന്നത്? നമ്മെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ഇഷാനാടുവിന്റെ ഇടയിൽ നമ്മൾ ഖുർആൻ എടുത്തുകൊണ്ട്, നമ്മൾ മൗലിദെടുത്തുകൊണ്ട്, നമ്മൾ മാനപ്പാട്ടെടുത്തുകൊണ്ട് നമ്മുടെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പരിശുദ്ധമായ മുഹീദ്ദീൻ പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങുന്ന മുഹീദ്ദീൻ മാല നമ്മൾ പാരായണം ചെയ്താൽ ആ മക്കളത് കേട്ട് പഠിക്കും. നമ്മൾ നഫീസത്ത് മാല എടുത്തിട്ടത് പാരായണം ചെയ്ത് ആ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹാ അവിടുത്തെ ജീവചരിത്രമല്ലേ നഫീസത്ത് മാലയിൽ പറയുന്നത്? നിങ്ങൾക്കറിയില്ലേ, സ്വന്തം കരങ്ങൾ കൊണ്ട് കബറ് പിടിച്ചിട്ട് സദാസമയം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ജീവിച്ചുപോയ മഹദി നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹാ മരണമാകും എണ്ട് പിണ്ടി ഓതി അന്നാമാനെ മാനിത സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. നഫീസത്ത് ബീവിയുടെ മാലയിൽ കാണാം. വൈദ്യന്മാര് മുഴുവനും നോമ്പെടുക്കാൻ, നോമ്പ് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു, ബീവി നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്, നോമ്പെടുക്കല്ല. സുന്നത്ത് നോമ്പ് കൃത്യമായി എടുക്കുന്ന ബീവി നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹാ ആ വൈദ്യൻ അവിടുന്ന് പറഞ്ഞേക്കുകയാണ്, അലത്തബീബു ഖദ് അംറനീ, ഓ ഡോക്ടറെ, വൈദ്യരെ, നിങ്ങൾ എനിക്ക് രോഗം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത്തബീബു ഖദ് അംറനീ, എന്നെ രോഗിയാക്കിയത് വലിയ ഡോക്ടറാണ്, അതുകൊണ്ട് നോമ്പ് ഞാൻ ഒഴിവാക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ എടുത്തു മഹദിയായ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹാ അൻആം സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ആ അൻആം സൂറത്തിലുള്ള വരിയുണ്ട്, നാളെ സ്വർഗ്ഗലോകത്ത് വലിയ സന്ദേശമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ആയത്തെത്തിയപ്പോ അതാ മഹദിയകൾ അവിടെ വീണ് അവിടുന്ന് വഫാത്തായി പോകുന്നു. ഈ നഫീസത്ത് ജീവിയെ നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തേണ്ട ബോധം, ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമുക്കുണ്ട്. നമ്മൾ ആ സമയത്ത് സീരിയലിന് മുമ്പിൽ തപസ്സിരുന്നു പോയാൽ നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് വളരുകയാണ്. നാളെ മഹ്ശറയിൽ അവർ റബ്ബന അരിനല്ലദീന അദല്ലാനാ നജ്അൽഹുമാ തഹ്ത അഖ്ദാമിനാ എന്ന് പറഞ്ഞ് മാതാപിതാക്കളെ നെഞ്ചത്ത് ചവിട്ടി നിൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ കൈവിരൽ എന്ന് പറഞ്ഞിട്ട് കൈവിരൽ കടിച്ചു മുറിക്കുന്ന ദുരവസ്ഥ നമുക്കുണ്ടാകരുത് എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മുടെ മക്കളെ ദീനിന്റെ വഴിയിൽ വളർത്താൻ നമ്മൾ
ശ്രദ്ധിക്കണം. മഗ്‌രിബ് കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ ഉമ്മമാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. മക്കളെ വിളിച്ചിരുത്തിയിട്ട് മദ്രസയിലെയും സ്കൂളിലെയും പഠന വിഷയങ്ങൾ പഠിപ്പിക്കും. അത് കഴിഞ്ഞാൽ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയോ? നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ വല്യമ്മമാര് നഫീസത്ത് മാല പാടുന്നു, മുഹിയദ്ദീൻ മാല പാടുന്നു, ബദർ മൗലിദ് പാരായണം ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ഈ കുട്ടിയുടെ മനസ്സിൽ അതൊരു സ്വാധീനം ചെലുത്തുകയാണ്. എന്റെ ഉമ്മ പാടുന്ന ബദർ മൗലിദ്, എന്റെ ഉമ്മ പാടുന്ന മങ്കൂസ് മൗലിദ്, എന്റെ ഉമ്മ പാടുന്ന ബദർ മാല, നഫീസത്ത് മാല, മുഹിയദ്ദീൻ മാല നല്ല രസമുണ്ടല്ലോ, ഞാനുമെന്ന് പാടി നോക്കട്ടെ. അല്ലെങ്കിൽ ആ നഫീസത്തുമിയുടെ പേരിസ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വാഭാവികമായും നമ്മുടെ മക്കൾക്കൊരു മാറ്റം വരികയാണ്. ഇതിന് പകരം എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളൊന്ന് സീരിയലിന്റെ അതിപ്രസരമാണ്. സീരിയൽ കാണാൻ വേണ്ടി തമ്മിൽ തർക്കിക്കുന്ന ഉമ്മമാര്, ഉമ്മയും അമ്മായും ഉമ്മയും സീരിയലിന് വേണ്ടി തർക്കിക്കുകയാണ്. ഉമ്മയും വലിയുമ്മയും സീരിയലിന് വേണ്ടി കശപിശ കൂടുകയാണ്. 7:30 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ഒരു ചാനലിലെ സീരിയല് ഉമ്മ കാണുമ്പോഴേക്ക് മരുമകൾക്ക് മറ്റേ ചാനലിലെ സീരിയല് കാണണം. അവിടെ വഴക്കാണ്, കശപിശയാണ്. നമ്മുടെ മക്കൾ മനം എടുത്തു പോകുന്നു. അതുകൊണ്ട് ഉമ്മമാരെ, നമ്മുടെ മക്കൾ നമ്മുടെ മുതലുകളാണ്. നല്ല നിലക്ക് വളർത്തിയെടുത്താൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവർ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും. സത്യമല്ലേ? മുഹമ്മദ് റസൂൽ എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? ഇൽമ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ആരെങ്കിലും ഒരു മകന് മുത്തഅല്ലിമാക്കി വളർത്തിയാൽ രണ്ടർത്ഥമുണ്ട്. മുത്തഅല്ലിമിന് മൂലൊരിട്ടികൾ മാത്രമാണ് മുത്തഅല്ലിമീങ്ങൾ എന്ന് വിചാരിച്ചു പോകരുത്. മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിക്കാനാണ് ഉദ്ദേശം. മദ്രസയിൽ വരുന്ന സംവിധാനം ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന നമ്മൾ പഠിപ്പിക്കുന്നത് ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും അവർക്കുള്ള ബഹുമാനങ്ങളെക്കുറിച്ചും അവരെ എങ്ങനെ ബഹുമാനിക്കണം എന്നതിനെ കുറിച്ചുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ പഠിക്കുന്ന വിദ്യാർത്ഥി നല്ല ചിട്ടയുള്ള വിദ്യാർത്ഥിയായി വളരും. കാരണം നമുക്ക് ഇന്നത്തെ മദ്രസയുടെ സാഹചര്യം നമുക്കറിയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മമാരൊക്കെ കിട്ടിയതുകൊണ്ട് 1-2 വിഷയങ്ങൾ പറഞ്ഞു നിർത്താന്ന് വിചാരിച്ചതാ. മദ്രസയിലേക്ക് നമ്മുടെ കുട്ടികൾ വരുമ്പോ ചുരുങ്ങിയ 1.5 മണിക്കൂർ കഷ്ടിച്ച് 6:45 നമ്മൾ ബെല്ലടിച്ചാൽ 8 മണിക്ക് നമ്മുടെ മക്കൾക്ക് തിരിച്ചു പോകണം. നമ്മൾ ആലോചിച്ച് നോക്കണം. ആ റാലി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അതിൽ വലിയൊരു ആശയാണ് നമ്മളെ മക്കള് 6:45 മദ്രസയിൽ വന്ന് ബെല്ലടിച്ച് ഒന്ന് തിരിഞ്ഞും വന്ന് ഹാജര പട്ടികയൊക്കെ എടുത്തെന്ന് ശ്വാസം വിടുമ്പോഴേക്ക് 8 മണിയായി. ആദ്യം പോകുന്ന കുട്ടികൾക്ക് പോകണം. 8:15 ഒരു ടീമിന് പോകണം. 8:30 നമ്മൾ മദ്രസ വിടുകയാണ്. ഈ മദ്രസ സംവിധാനം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂൾ കുട്ടികളെ നല്ലോണം പഠിപ്പിക്കണം. അതിൽ നമ്മൾ ആരും എതിർക്കുന്നവരല്ല. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. സ്കൂളിൽ നല്ലവണ്ണം പഠിപ്പിക്കണം, നല്ല പ്രാധാന്യം കൊടുക്കണം. പക്ഷേ മദ്രസ സംവിധാനത്തെ അവഗണിച്ചുകൊണ്ടുള്ള പ്രാധാന്യം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ സംവിധാനങ്ങളൊന്നും ഒരു മാറ്റിത്തിരുത്തലിന് വിധേയമാക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നിന്ന് മദ്രസയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി പിന്നെ വീട്ടിൽ നിങ്ങൾ അവരെ ശരിക്കും അച്ചടക്കത്തോടെ വളർത്തേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മെ കണ്ടുകൊണ്ട് നമ്മുടെ മക്കൾ വളരാണെന്നുള്ള ബോധം നമുക്ക് വേണം. മദ്രസയിലേക്ക് കൃത്യമായി പറഞ്ഞയച്ച് മദ്രസയിലെ ആ ഇൽമ്, അതിന്റെ പ്രാധാന്യം പല ഉമ്മമാർക്കും മനസ്സിലായിട്ടില്ല. ചില സംവിധാനങ്ങളൊക്കെ കാണുമ്പോൾ, ചില സ്വഭാവങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും വിചാരിക്കും, പടച്ചറബ്ബ് ഇത് വെറുതെ ശമ്പളം വാങ്ങിച്ചുള്ള ഒരു പരിപാടിയാണ്, ഇത് മദ്രസയിൽ വരുന്നതിലൊരു മനസ്സമാധാനത്തിന് കുട്ടികളെ പറഞ്ഞേക്കാണോ എന്ന് വരെ തോന്നിപ്പോകും. പല ആളുകളും സ്കൂളിലുള്ള സമയത്ത് വളരെ കൃത്യമായി കൃത്യനിഷ്ഠതയോടെ മക്കള് സ്കൂളിലേക്ക് കൃത്യമായി പോകുന്ന മക്കൾ ഞായറാഴ്ച ഒരു ദിവസം നമുക്ക് ഒഴിവ് കിട്ടും. ആ ഒഴിവ് കിട്ടുന്ന അന്ന് 6 ദിവസവും കുട്ടികൾക്ക് ഒരു ഒഴിവില്ലാത്ത ദിവസമാണ്. ഇപ്പൊ ശനിയാഴ്ചയും സ്കൂളാണ്. അങ്ങനെ സ്കൂൾ സംവിധാനം അങ്ങനെ മുന്നേറിക്കൊണ്ട് നമ്മൾ എതിർക്കുകയല്ല. അതേ സമയത്ത് ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച ദിവസം, അന്ന് നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു ശനിയാഴ്ച സ്കൂളുണ്ട് എന്ന് പറഞ്ഞാൽ മദ്രസ ലീവാക്കിയിട്ട് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കോ? ഞാൻ സ്കൂളിനെ വിമർശിക്കല്ല, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം. ശനിയാഴ്ച ദിവസം പിന്നെ